സലഫി പണ്ഡിതിനെതിരെയുള്ള IS ആരോപണം ചെറുക്കാൻ മുസ്ലിം ലീഗ് രംഗത്തെത്തിയതിനെതിരെ സമസ്തയുടെ എതിർപ്പ് രൂക്ഷം. MM അക്ബറിനെ ന്യായീകരിച്ച് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ കോഴിക്കോട് കൺവെൻഷൻ നടത്തിയതാണ് സംഘടനയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഭീകരതയുടെ പേരിലുള്ള മുസ്ലിം വേട്ടയ്ക്കെതിരെ ജനജാഗരണം എന്ന പ്രമേയത്തിൽ കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗ് കോഴിക്കോട് കൺവെൻഷൻ നടത്തിയത്. പരിപാടിയിൽ സലഫി പണ്ഡിതൻ MM അക്ബറിനും പീസ് ഫൌണ്ടേഷനുമെതിരെയുള്ള പോലീസ് നടപടിക്കെതിരെയായിരുന്നു മുസ്ലിം ലീഗ് അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രസംഗം. അപ്പൊ തൽക്കാലം ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെയും തുടങ്ങി ചില പോലീസ് ഓഫീസർമാർ സ്ഥാപനങ്ങളിൽ കയറുക, മര്യാദക്ക് പ്രവർത്തിക്കുന്നവർക്ക് അവിടെ ചെന്ന് പരിശോധിക്കുക, സിലബസ് പരിശോധിക്കുക, ബാക്കിയുള്ളത് പരിശോധിക്കുക. അതിന് തീവ്രവാദം ഇല്ലാത്ത തീവ്രവാദം ഉണ്ടാക്കാൻ നോക്കുക. അങ്ങനെ ആവുന്നു. ലീഗ് നേതാക്കളുടെ നടപടി പരസ്യമായ ഏറ്റുമുട്ടലിലേക്കാണ് സമസ്തയെ കൊണ്ടെത്തിച്ചത്. PDP നേതാവ് അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി ചെറുവിരലനക്കാത്തവർ സലഫി പണ്ഡിതിനു വേണ്ടി അസാധാരണമായി ഇടപെടുന്നത് സലഫി സ്വാധീനത്തിന് വഴിപ്പെട്ടതുകൊണ്ടാണെന്നാണ് ആരോപണം. UDF സർക്കാരിന്റെ കാലത്ത് യത്തീംഖാനകൾക്കെതിരെ നേരെ നടപടിയുണ്ടായപ്പോൾ പോലും മൌനം പാലിച്ചവരാണ് മുസ്ലിം ലീഗ് നേതാക്കളെന്നും വിമർശനമുയർന്നു. കൺവെൻഷൻ നടന്ന ദിവസം സമസ്ത നേതാവ് ആലിക്കുട്ടി മുസ്ലിയാരുടേതായി ചന്ദ്രികയിൽ വന്ന ലേഖനവും വിവാദമായി. MM അക്ബറിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പോലീസ് നടപടിയെ മുസ്ലിം വേട്ടയായാണ് ലേഖനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ലേഖനം സമസ്തയുടെ തലപ്പത്തിരിക്കുന്നയാൾ ചെയ്യാൻ പാടില്ലെന്നായിരുന്നു നാസർ ഫൈസി കൂടത്തായി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വിമർശനം. അതേസമയം ചന്ദ്രിക അനുവാദമില്ലാതെ പ്രസിദ്ധീകരിച്ചതാണ് ലേഖനമെന്ന് ആലിക്കുട്ടി മുസ്ലിയാരും അവകാശപ്പെട്ടു. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനെതിരെ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്യാനായി സമസ്ത നേതാക്കൾ പട്ടിക്കാട്ട് ഇന്ന് യോഗം ചേരും. TK സബീന, റിപ്പോർട്ടർ, കോഴിക്കോട്.